ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ അടുക്കള ജോലികളും പിന്നെ ഇന്നത്തെ ഫുഡിൻ്റെ സ്പെഷ്യലും എന്താണെന്ന് നോക്കിയാലോ. അപ്പോൾ രാവിലെ ചായ കുടിച്ചു. എണീറ്റപ്പോൾ തന്നെ വൈകിട്ടാണ്. അപ്പം വേഗം അടുക്കളയിൽ കയറി ചായ കുടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ചപ്പാത്തിയും ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയിട്ടോ. അത് കഴിഞ്ഞ് ചോറിന് അടുപ്പത്തിട്ടു. പിന്നെ അത് കഴിഞ്ഞ് കുറേ പാത്രം കഴുകാണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം പാത്രങ്ങളൊക്കെ കഴുകി അടുപ്പും പാതയൊക്കെ ഒന്ന് വൃത്തിയാക്കിയൊക്കെ ഇട്ടു. അത് കഴിഞ്ഞ് പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ പയറും പിന്നെ മാങ്ങക്കറി കേട്ടോ. അപ്പോൾ പയർ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ വെള്ളത്തിലിട്ട് വയ്ക്കേ, മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വെള്ളത്തിലിട്ട് വയ്ക്കും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പയറിന് കറി വയ്ക്കുള്ളൂ കേട്ടോ. അപ്പോൾ അത് കുറച്ച് നേരം അത് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അപ്പോഴേക്കും മാങ്ങയൊക്കെ അരിഞ്ഞ് വെച്ചതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മാങ്ങയും പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും വെളിച്ചെണ്ണയും ഒക്കെ ഒഴിച്ച് തിരുമ്മി വെച്ച് അങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ പയറും അങ്ങനെ റെസ്റ്റ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞ് മാങ്ങക്കറിക്ക് തേങ്ങയൊക്കെ ചിരണ്ടി അങ്ങനെ പാൽ പിഴിയാനൊക്കെ പോയി. അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ അത് കഴിഞ്ഞ് വന്നപ്പം പിന്നെ പയറ് വളർത്താനായിട്ട് ഇന്ന് വെളുത്തുള്ളി ഇല്ല കേട്ടോ. അപ്പം വെറും ഉള്ളി മാത്രം ഇട്ട് അങ്ങനെ എടുത്തു. അങ്ങനെ ഉള്ളി വഴണ്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഇടിമുളക് ഇടിച്ച് അങ്ങനെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അങ്ങനെ അത് വേവിക്കാൻ വെച്ചു കേട്ടോ. അപ്പോഴേക്കും മാങ്ങക്കറിയുടെ പരിപാടിക്ക് പോയിട്ടാണ്. അപ്പോൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചതിരിക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ രണ്ടാം പാൽ വെച്ചാണ് മാങ്ങയും പച്ചമുളകിട്ട് തിളപ്പിക്കുന്നത്. അത് വെന്ത് കഴിയുമ്പോൾ പിന്നെ ഒന്നാം പാലെടുത്ത് അങ്ങനെ കറി വെച്ചിട്ടോ. ഒന്നാം പാൽ ഒഴിച്ച് അങ്ങനെ എടുത്തുട്ടോ. അത് കഴിഞ്ഞ് കടുകൊക്കെ പൊട്ടിച്ച് അങ്ങനെ ഇന്നത്തെ മാങ്ങക്കറിയും പയർ തോരനും ഒക്കെ റെഡിയായിട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കുറേ തുണി മടക്കാണ്ടായിരുന്നു, അലക്കിയ തുണികളെ. അത് കഴിഞ്ഞ് അത് മടക്കി വെച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം ഫോണൊക്കെ നോക്കി അങ്ങനെ വന്നപ്പോഴത്തേന് സമയം 4 മണി. പിന്നെ ചായയൊക്കെ കുടി കഴിഞ്ഞ് പിന്നെ അടുത്ത പണിയിലേക്ക് തുടങ്ങിയിട്ടോ. അപ്പോൾ അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ ക്ലീനിങ്. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ക്ലീനിങ് തുടങ്ങിയിട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ലൈവൊക്കെ ഇട്ടുട്ടോ. അപ്പോൾ കുറച്ച് നേരം ലൈവ് ഇട്ടു. അപ്പോൾ എല്ലാവരും എൻ്റെ ലൈവിൽ വരാൻ മറക്കല്ലേ കേട്ടോ. അപ്പം ഞാൻ കഞ്ഞിവെള്ളമൊക്കെ എടുത്തു വയ്ക്കും കേട്ടോ, അത് പറയാൻ മറന്നുപോയി. അപ്പം ചോറ് വെന്ത് കഴിഞ്ഞപ്പോൾ വാർത്ത് എൻ്റെ കഞ്ഞിവെള്ളമൊക്കെ എടുത്തു വെച്ചു. അമ്മയ്ക്ക് കഞ്ഞിവെള്ളം വേണം കേട്ടോ. അങ്ങനെ അതെല്ലാം തുടയൊക്കെ കഴിഞ്ഞ് അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് നേരം ലൈവ് ഇട്ട് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ചോറൊക്കെ ഉണ്ട്. അങ്ങനെ ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യണം, സബ് ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ ഷോർട്സും കാണണേ, സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.